നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി പോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ്. നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയും. പ്രത്യേകിച്ചും പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 45 ദിവസം അല്ലെങ്കിൽ 6 ആഴ്ച കാലഘട്ടം നമ്മൾ പറയുന്നത്. കാരണം ഈ സമയത്ത് ഒരു അമ്മയുടെ ശരീരത്തിൽ ഒത്തിരി അധികം ഹോർമോണൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെ ഒത്തിരി അധികം ഫിസിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം കൂടിയാണ്. ഇതിലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും അതിനെ പറ്റിയുള്ള ഇഷ്യൂസും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. പൊതുവെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വരുന്നത്, ആ സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാം, അതൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ആഹാര രീതി തന്നെയാണ്. കാരണം ഡെലിവറി കഴിയുമ്പോഴത്തേക്കും 2 മേജർ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിവ് തീർച്ചയായിട്ടും ഒരു അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവും. 99% കേസിൽ ഒരു മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസവമാണെങ്കിൽ നമുക്ക് താഴെ ഉണ്ടാവുന്ന ഒരു മുറിവിനെ നമ്മൾ എപ്പിസിയോട്ടമി എന്ന് പറയും. അല്ല, ഒരു സിസേറിയൻ ഡെലിവറി ആയിരുന്നു എന്നുണ്ടെങ്കിൽ സിസേറിയന്റെ ഒരു മുറിവ് വയറിലുണ്ടാവും. അപ്പൊ ആ മുറിവ് കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതായത് കടല, പയറ്, പരിപ്പ് അങ്ങനത്തെയുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഡെയിലി ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ തൈര്, അതുപോലെ തന്നെ ഒരു മുട്ട ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് മുറിവ് കരിയാനായിട്ട് കുറച്ച് സഹായം ചെയ്യും. അതുപോലെ തന്നെയാണ് പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. കാരണം വൈറ്റമിൻസ് നമുക്ക് ഈ മുറിവ് കരിയാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ 2 രീതിയിലുള്ള ന്യൂട്രിയൻസ് തന്നെയാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പീരീഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊസീജിയർ ആണ്. ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും. സിസേറിയൻ ആയിക്കോട്ടെ ഒരു മേജർ സർജറി തന്നെയാണ്. അപ്പൊ അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അമ്മമാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. അതുപോലെ തന്നെ പകല് അത്യാവശ്യം റെസ്റ്റ് വേണം. അപ്പൊ ഫീഡിങ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു 8 മണിക്കൂർ ഒന്നും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. ഇടയ്ക്ക് ഫീഡിങ്ങിനായിട്ടൊക്കെ നമുക്ക് എണീക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പാല് കുടിച്ച് പകൽ ഉറങ്ങുന്ന സമയത്ത് അമ്മയ്ക്കും ആ സമയത്ത് കുറച്ച് സമയം ഉറങ്ങാം. അപ്പൊ നമുക്ക് ഉറക്കം കുറച്ച് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും. അല്ല നൈറ്റ് മാത്രമേ നമ്മൾ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കംപ്ലീറ്റ് ആവാൻ ആ ഒരു 8 hours ഒക്കെ ഉറക്കം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആ പീരീഡ് ഓഫ് ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ ഹോർമോൺസും സ്ലീപ്പിലും കൂടി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ ഹോർമോൺസ് ഒത്തിരി ഫ്ലക്ച്വേഷൻസ് വരാനും അതുപോലെ തന്നെ പാല് കുറഞ്ഞു പോകാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാനും ഉറക്കക്കുറവ് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഡയറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ആദ്യത്തെ 45 ദിവസങ്ങളിൽ ഒത്തിരി അധികം നമ്മൾ വെയിറ്റ് എടുക്കുന്ന ജോലികൾ അല്ലെങ്കിൽ ഒത്തിരി നേരം സ്ട്രെയിൻ ചെയ്യുന്ന ജോലികൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എക്സസൈസ് വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം. കാരണം ഡെലിവറി കഴിഞ്ഞ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് ഡീപ് വെയിൻ ത്രോംബോസിസ് വരുന്നത്. അപ്പൊ അത് നോർമലി വരുന്നതാണ്. ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് പ്രഗ്നൻസിയിൽ ഉള്ളപ്പോൾ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് വരുന്ന പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് വരാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാലിലൊക്കെ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡീപ് വെയിൻ ത്രോംബോസിസ് അഥവാ DVT എന്ന് പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളോട് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വെള്ളം. കാരണം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഈ DVT വരാനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഡെലിവറി കഴിഞ്ഞ എല്ലാവരോടും 2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ പറയുന്നത്. പല സ്ഥലങ്ങളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ചാടും, കുടവയറുണ്ടാവും, പിന്നെ പ്രസവശേഷമുള്ള ആ വയറ് ഒരിക്കലും മാറത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ഈ 2 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് കുടിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്.
അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നടക്കുക എന്നുള്ളത്. ഇപ്പൊ വലിയ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഭാരപ്പെട്ട വെയിറ്റ് എടുത്തുള്ള എക്സസൈസ് ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുക. പക്ഷെ ഡെയിലി ഒരു 1-1.5 മണിക്കൂർ എങ്കിലും മിനിമം നടക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഏറ്റവും നല്ലത് രാവിലെ 1 മണിക്കൂർ വൈകിട്ട് 1 മണിക്കൂർ നടക്കുക എന്നുള്ളത്. ഇപ്പൊ സിസേറിയൻ ഒക്കെ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് അങ്ങനെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഒരു 15 മിനിറ്റ് നടക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, പിന്നെ ഒരു 15 മിനിറ്റ് നടക്കുക. അപ്പൊ ആ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-1.5 മണിക്കൂറെങ്കിലും ഡെയിലി ഒരു 24 മണിക്കൂറിനകത്ത് ഒരു 1-1.5 മണിക്കൂറെങ്കിലും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതും നമുക്ക് DVT വരുന്നത് തടയാനായിട്ട് സഹായിക്കും. കാരണം DVT എന്ന് പറയുന്ന ഒരു മേജർ കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ് മുറിവിന്റെ ഉണങ്ങുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് പലർക്കും വരാറുണ്ട്. അപ്പൊ യൂഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ ഒരു 99% ആൾക്കാർക്ക് ഒരു മുറിവുണ്ടാവും. ഇപ്പൊ ഒരു 3-മത്തെയോ 4-മത്തെയോ ഒക്കെ പ്രഗ്നൻസി ആണ്, ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ ആ താഴത്തെ വജനയുടെ ഭാഗം കുറച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചിലപ്പോൾ മുറിവില്ലാതെ തന്നെ നമുക്ക് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ അല്ലാത്ത എല്ലാ കേസുകളിലും നമുക്ക് ഒരു ചെറിയ മുറിവെങ്കിലും ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ എപ്പിസിയോട്ടമി എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്ക്. സിസേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വയറിന്റെ ഭാഗത്തൊരു മുറിവുണ്ടാവും. ഈ 2 മുറിവിന്റെ ആണെങ്കിലും കെയർ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ്. 2 നേരം രാവിലെയും വൈകിട്ടും മുറിവ് നന്നായിട്ട് നോർമൽ റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളത്തിൽ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി, അലക്കി വൃത്തിയാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണിയോ ടവലോ എന്തെങ്കിലും വെച്ച് പതുക്കെ ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് യൂഷ്വലി ഒരു ഓയിൻമെന്റ് തന്നിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത്. ആ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുക. 2 നേരം ഇതുപോലെ ചെയ്യുക. അപ്പം നോർമൽ ഡെലിവറിക്കാരാണെങ്കിൽ ബാക്കി ഓരോ തവണയും ടോയ്ലറ്റിൽ പോകുമ്പോൾ സോപ്പിട്ട് തന്നെ കഴുകണം നിർബന്ധമില്ല. നോർമൽ പ്ലെയിൻ വാട്ടർ വെച്ച് വാഷ് ചെയ്താലും മതി. പക്ഷെ 2 നേരം തീർച്ചയായിട്ടും മുറിവ് ഇതുപോലെ സോപ്പിട്ട് കഴുകിയിരിക്കണം. എന്നാൽ മാത്രമേ മുറിവ് പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരുള്ളൂ. യൂഷ്വലി ഒരു 2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ആൾക്കാരുടെ മുറിവുകൾ കരിയാറുണ്ട്. 2 ആഴ്ച കൂടുതൽ മുറിവ് കരിയുന്നില്ല, അവിടുന്ന് എന്തെങ്കിലും പഴുപ്പ് പോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അണുബാധയുടെ ലക്ഷണമായിരിക്കാം. വളരെ അപൂർവമായിട്ട് തുന്നൽ വിട്ടുപോകുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മുറിവ് കെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റും കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പലർക്കും ഡെലിവറി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് മുറിവ് നല്ലപോലെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചാൽ ആ ഭാഗത്ത് ചെറിയ പെയിനും നമ്മുടെ കൊളുത്തി വലി പോലുള്ള വേദനയും അങ്ങനെയൊക്കെയുള്ള ഡിസ്കംഫർട്ട് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചൂടുവെള്ളം എടുക്കുക, കുറച്ച് ഉപ്പിടുക അതിനകത്ത്. അതുപോലെ തന്നെ ഒരു ചെറിയ ബേസിനിൽ ഈ വെള്ളം നിറച്ചതിന് ശേഷം രാവിലെ ഒരു 10 മിനിറ്റും ഒരു വൈകിട്ട് ഒരു 10 മിനിറ്റും നമുക്ക് ബുദ്ധിമുട്ടുള്ള ആ ഒരു ഭാഗം മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ അതിനകത്ത് ഇരിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് അവിടുത്തെ നീരൊക്കെ വറ്റും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ആ ഭാഗത്തുള്ള പെയിനും കുറഞ്ഞു കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരിക്കലും അമിതമായിട്ടുള്ള ചൂട് ഉണ്ടാവാൻ പാടില്ല. വളരെ നേരിയ ഒരു ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് ആ ഭാഗത്ത് അത്ര നല്ലതല്ല. അപ്പൊ അത് ഡെലിവറി കഴിഞ്ഞവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പൊതുവേ വരുന്ന ഒരു ഇഷ്യൂ ആണ് മോഷൻ ടൈറ്റ് ആവുക എന്നുള്ളത്. അത് ചിലർക്ക് പ്രഗ്നൻസിയിലേ ഉണ്ടാവും, ചിലർക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള പീരീഡിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പൊതുവേ കാണാറുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക. ഡെയിലി ഒരു 1-1.5 മണിക്കൂറെങ്കിലും നടക്കുവോ, ആ രീതിയിലുള്ള എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള എക്സസൈസോ തീർച്ചയായിട്ടും ചെയ്യുക. ആഹാരത്തിൽ കൂടുതലായിട്ട് ഇലക്കറികൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ഇതുപോലെ മോഷൻ ടൈറ്റ് ആവുന്ന നമുക്ക് പ്രഗ്നൻസിയിലേ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ആഹാരത്തിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് മൈദയിലുള്ള ആഹാരങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, ബന്ന്, പൊറോട്ട, അതുപോലെ കേക്ക്, അങ്ങനെ ആ രീതിയിൽ മൈദയിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ ഏത്തപ്പഴം കഴിക്കുന്നത് കുറച്ചൊരു മോഷൻ ടൈറ്റ് ആവാനായിട്ട് ഒരു കാരണമാണ്. ആ ഫ്രൂട്ടും, അതായത് ഏത്തപ്പഴവും കഴിയുന്നതും അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പൊതുവേ വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ കോൺസ്റ്റിപ്പേഷന്റെ കൂടെ തന്നെ നമുക്ക് പൈൽസ് എന്ന് പറയും, നമ്മൾ മെഡിക്കൽ ടേംസിൽ ഹെമറോയിഡ്സ് എന്ന് പറയും. അപ്പൊ ഇതും ഈ കോൺസ്റ്റിപ്പേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പൊതുവേ ഉണ്ടാവുന്നത്. അപ്പൊ ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഡയറ്ററി അഡ്ജസ്റ്റ്മെന്റ് വഴി തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ള ഒരു ബേസിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ പൈൽസിന്റെ പ്രശ്നം ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. പക്ഷെ സ്റ്റിൽ
ചിലർക്ക് ആ ഭാഗത്തുനിന്ന് ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. കാരണം ചിലർക്ക് ഡെലിവറി കഴിഞ്ഞാലും അതൊരു ഇഷ്യൂ ആയിട്ട് കാണാറുണ്ട്. പലർക്കും ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹെമറോയിഡ്സിന്റെ പ്രശ്നം, പൈൽസിന്റെ പ്രശ്നമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എല്ലാവർക്കും കംപ്ലീറ്റ്ലി മാറണമെന്നില്ല. അപ്പൊ അങ്ങനെ ചെറിയ ഇഷ്യൂസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഒരു ഡോക്ടറെ കാണുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ വെരിക്കോസ് വെയിൻസ് വരുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലെ ഞരമ്പുകളൊക്കെ ഒത്തിരി പടച്ചു വരുന്നത്. അതും നമുക്ക് പ്രഗ്നൻസി പീരീഡിലും അതുപോലെ ഡെലിവറി കഴിഞ്ഞ ഉടനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പം അതും ഒഴിവാക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള നടത്തം അത് നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ കാലിലെ മസിൽസ് ഒക്കെ ആ രീതിയിൽ സ്ട്രെങ്തൻഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ ഒത്തിരി സമയം നിന്നിട്ടുള്ള ജോലികൾ കഴിയുന്നതും ഈ ഒരു പീരീഡിൽ ഒഴിവാക്കി കഴിഞ്ഞാലും വെരിക്കോസ് വെയിൻസിന് നല്ലൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പൊതുവേ ഡെലിവറി കഴിഞ്ഞവർക്ക് ബ്ലീഡിങ് കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലായിക്കോട്ടെ, ഒരു സിസേറിയൻ കഴിഞ്ഞാലായിക്കോട്ടെ, ഒരു 2 ആഴ്ച മുതൽ ഒരു 4 ആഴ്ച വരെയുള്ള ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നോർമലാണ്. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ നമുക്കൊരു പീരീഡ്സ് പോലെയോ അതിനെക്കാട്ടി കുറച്ച് കൂടുതലോ ബ്ലീഡിംഗ് ഉണ്ടാവും. ചെറിയ സ്പോട്ടിങ് പോലെ ചിലപ്പോൾ ഒരു 4 ആഴ്ച വരെ ഉണ്ടാവും. അത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയി, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ബ്ലീഡിങ് ഇല്ലായിരുന്നു, പിന്നെ ബ്ലീഡിങ് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. കാരണം ചിലപ്പോൾ അത് എന്തെങ്കിലും അണുബാധയുടെ, യൂട്രസിലുള്ള എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണം ആവാം. അപ്പോൾ അങ്ങനെയുള്ള ബ്ലീഡിങ് ഒരിക്കലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാതെ തന്നെ ബ്ലീഡിങ് അമിതമായിട്ടുണ്ട്, ഇപ്പൊ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു 6-7 പാഡൊക്കെ മാറ്റേണ്ടി വരുന്നു, അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് ക്ലോട്ട് പോലെ ബ്ലഡ് പോകുന്നു, അതൊക്കെ ബ്ലീഡിങ് കൂടുതലുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ആ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതൊക്കെ നോർമൽ ആണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ ഡെലിവറി എടുത്ത ഡോക്ടറെ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഒന്ന് കാണിക്കണം, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കാനായിട്ട്. കാരണം ചിലർക്ക് ഇതുപോലെ അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങിന് 1-2 ദിവസം ടാബ്ലറ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ റെഡി ആയിക്കോളും, വേറെ ഇഷ്യൂസ് ഒന്നും കാണില്ല, പ്രൊവൈഡഡ് വേറെ അണുബാധയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. പിന്നെ പലരും ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വന്നിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ലോസ്. കാരണം പ്രഗ്നൻസി സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഹോർമോൺസിന്റെ ഇഷ്യൂ കാരണം ഹെയർ ഗ്രോത്ത് കുറച്ച് ഇംപ്രൂവ് ചെയ്യാനാണ് ചാൻസ്. അത് ആ ഹോർമോണിന്റെ ഒരു ഇഫക്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ ആ ഹോർമോൺസ് തിരിച്ച് ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ ലോസ് നാച്ചുറൽ ആണ്, നോർമൽ ആണ് ആദ്യത്തെ ഒരു 45 ദിവസത്തിൽ. പക്ഷെ ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ നോർമലി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റീഗ്രോ ചെയ്ത് വരും. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുടവയർ. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വയറ് കുറയാനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടിയാൽ മതിയോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പലരോടും ബെൽറ്റ് എന്നല്ല, ശരിക്കും ഒരു ബൈൻഡർ നമ്മൾ കെട്ടാനായിട്ട് അഡ്വൈസ് ചെയ്യും. പ്രത്യേകിച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാണെങ്കിൽ ഒരു 24-48 hours കഴിഞ്ഞാൽ തന്നെ ഉപയോഗിക്കാം. സിസേറിയൻ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും, വേറെ മുറിവിൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ എന്നൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ബൈൻഡർ കെട്ടാനായിട്ട് പറയുള്ളൂ. അപ്പൊ അങ്ങനെ ബൈൻഡർ കെട്ടുമ്പോൾ ഇനിഷ്യലി നമുക്കൊരു കുറച്ചൊരു സപ്പോർട്ടൊക്കെ കിട്ടും. കാരണം നമ്മൾ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഡെലിവറി ആകുമ്പോൾ വയറിന്റെ മസിൽസ് ഒക്കെ കുറച്ച് വീക്ക് ആവും. തീർച്ചയായിട്ടും ഒരു വീക്ക്നെസ് കാണും, എല്ലാവർക്കും അത് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തേക്ക് തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബൈൻഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഒരു ലോങ് ടേമില് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം ഈ ബൈൻഡർ കെട്ടിയിരിക്കുമ്പോഴത്തേക്കും മസിലിന് പിന്നെ ഒരു ശക്തി വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആ മസിൽ വീക്ക്നെസ് മാറ്റണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ 45 ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള നടത്തം, ആ രീതിയിലുള്ള എക്സസൈസ് മതി. 45 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുതൽ നമുക്ക് കുറച്ചുകൂടെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചുകൂടെ നമ്മുടെ ബോഡിയും അതിന് വേണ്ടിയിട്ട് കേപ്പബിൾ ആവും. അപ്പോൾ ഇനിഷ്യലി ഉള്ള ഈ ഒരു പീരീഡിൽ നമുക്കൊരു ബെൽറ്റ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു ബാക്ക് സപ്പോർട്ട്, വയറിന്റെ മസിൽസിന് ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. പക്ഷെ ഒരിക്കലും വയറ് ചാടുന്നത് തടയാനായിട്ട് നമുക്ക് ഈ ബെൽറ്റ് കൊണ്ട് പറ്റത്തില്ല. അത് നമ്മൾ എക്സസൈസ് ചെയ്ത് മസിൽ സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലരും പറയാറുണ്ട് ബെൽറ്റ് കെട്ടി സ്റ്റിൽ എന്റെ വയറ് കുറഞ്ഞില്ല എന്ന്. അപ്പൊ ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് വയറ് കുറയ്ക്കാനായിട്ടുള്ളൊരു
ഉപാധിയേ അല്ല. അതിന് നമ്മൾ എക്സസൈസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ചിലർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അറിയാതെ ഇപ്പൊ ചുമയ്ക്കുമ്പോഴ്, തുമ്മുമ്പോഴ്, ചിരിക്കുമ്പോഴൊക്കെ യൂറിൻ പെട്ടെന്ന് പോകുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് നോർമൽ ഡെലിവറി. അപ്പം അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡെലിവറി പ്രോസസ്സിൽ നമുക്ക് താഴത്തെ വെജൈനൽ ഏരിയയുടെ അവിടുത്തെ മസിൽസ് അതൊരു ഫ്ലോർ പോലെ ആയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചൊരു വീക്കെൻഡ് ആവും. അത് സ്ട്രെച്ച് ആയിട്ട് കുഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ചൊരു വീക്കെൻഡ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ഓൾമോസ്റ്റ് സെയിം മസിൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ ഈ മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ സംഭവിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഒഴിവാക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെറിയ രീതിയിൽ തുടങ്ങുക. പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അതിനെ നമ്മൾ കീഗിൾസ് എക്സസൈസ് എന്നാ പറയുന്നത്. അപ്പൊ കീഗിൾസ് എക്സസൈസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിർത്താനായിട്ട് കുറച്ച് മസിൽസിനെ നമ്മൾ ബലം പിടിക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മസിൽസിനെ ബലം പിടിച്ച് വെക്കാം. അപ്പോ ബലം പിടിച്ചിട്ട് മനസ്സിൽ കൗണ്ട് ചെയ്യുക, ഒരു 1 to 10 വരെ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെ റിലീസ് ചെയ്യുക. പിന്നെ വീണ്ടും തിരിച്ചതുപോലെ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരു 10 കൗണ്ട്സ് വരെ കൗണ്ട് ചെയ്യുക, പിന്നെ റിലാക്സ് ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ ഒരു 10 to 15 ടൈംസ് രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്, ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട്. ബ്ലീഡിങ് പോലെ തന്നെ പലർക്കും ഡെലിവറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ്, വെജൈനൽ ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പൊ ഇനിഷ്യലി ഒരു റെഡ് കളറിലായിരിക്കും, പിന്നെ പതുക്കെ കളർ ചേഞ്ച് ചെയ്ത് വയറ്റിലോട്ട് പോകും. അപ്പൊ അതും ഒരു ഹോർമോണൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അളവിൽ ഒരുപാട് കൂടുതലാണ് ഡിസ്ചാർജ് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡിസ്ചാർജിന് എന്തെങ്കിലും ചീത്ത സ്മെല്ല് ഉണ്ടെങ്കിലോ നമുക്ക് അതൊക്കെ ഒരു അണുബാധയുടെ ലക്ഷണമായിരിക്കാം. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണണം. അതർവൈസ് നമുക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻസിയിൽ കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ്സ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അതിൽ അയൺ ടാബ്ലറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം, അതായത് വേറെ രക്തക്കുറവൊന്നും ഉള്ള ആളല്ല, ഹീമോഗ്ലോബിന്റെ ലെവലൊക്കെ 12 ആയിരുന്നു, നോർമൽ റേഞ്ചിലായിരുന്നു എന്നുണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് ഒരു 3 മാസമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് നിർത്താം. പക്ഷെ കാൽഷ്യം ടാബ്ലറ്റ്സ് അങ്ങനെയല്ല. കാൽഷ്യം ടാബ്ലറ്റ്സ് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അത്രയും നാളും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പാലിൽ കൂടെ എന്തായാലും കുറച്ച് കാൽഷ്യം കുഞ്ഞിലേക്ക് പോകും. അപ്പോൾ അമ്മയുടെ ബോഡിയിലെ കാൽഷ്യം നമ്മൾ റീപ്ലനിഷ് ചെയ്യണം, തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അമ്മ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുത്തിരിക്കണം. അപ്പൊ ഫീഡ് ചെയ്യുന്ന അത്രയും നാളും കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. നമുക്ക് പ്രസവശേഷം വരുന്ന നടുവേദനയൊക്കെ പ്രധാനമായിട്ടും കാൽഷ്യം കുറവ് കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കാൽഷ്യം ടാബ്ലറ്റ് പ്രോപ്പർ ആയിട്ട് ഡെയിലി കഴിക്കുന്ന വഴി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹാരത്തിലുള്ള പാല്, തൈര്, മുട്ട, ഇലക്കറികൾ ഇതിലൊക്കെയും കാൽഷ്യം ഉണ്ട്. അപ്പൊ ഇതും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ നടുവേന പോലെയുള്ള ഇഷ്യൂസ് കഴിയുന്നതും വരാറില്ല. പിന്നെ പലരും ചോദിക്കുന്നത് ചെക്കപ്പിന് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴാണ് പോകേണ്ടത്? ശരിക്കും ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 45 ദിവസമാണ്. അപ്പൊ 45 ദിവസം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്കപ്പിനായിട്ട് പോകണം. 2-3 കാര്യങ്ങൾ നോക്കാനാണ്. ഒന്ന്, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് വേറെ ഇൻഫെക്ഷനോ അതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, മുറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കരിഞ്ഞിട്ടുണ്ടോ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഓക്കെ ആണോ, അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും 45 ചെക്കപ്പിന് പോകണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആ സമയത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാസെപ്ഷൻ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമുക്കൊരു സേഫ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 45 ദിവസം മാത്രമേ ഉള്ളൂ. 45 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോ കോണ്ടാക്ട് ചെയ്താലും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഗർഭിണി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു 45 അന്ന് ചെക്കപ്പിന് പോകുന്ന സമയത്ത് നമുക്ക് ഏതാണോ കോൺട്രാസെപ്ഷൻ വേണ്ടത്, ഏത് ഗർഭനിരോധന മാർഗമാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഡോക്ടറോടും നിങ്ങൾക്ക് അതിന്റെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ ഉള്ളതെന്നോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു പീരീഡ് കൂടിയാണ് ഈ 45 സമയത്തുള്ള ചെക്കപ്പ്, നമ്മൾ പോസ്റ്റ്നേറ്റൽ ചെക്കപ്പ് എന്ന് പറയും. അപ്പൊ ആ സമയത്ത് പലതരത്തിലുള്ള കോൺട്രാസെപ്ഷനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്.
ഈ 45 ദിവസത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറുടെ സേവനം തേടുന്നു. 2-3 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, അമിതമായിട്ടുള്ള ബ്ലീഡിങ്. ഞാൻ പറഞ്ഞല്ലോ, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസിന്റെയോ അല്ലെങ്കിൽ അണുബാധയുടെയോ ആണെങ്കിൽ അതിനെ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് തന്നെ ചികിത്സിക്കണം. അപ്പൊ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക. രണ്ടാമത്തത്, എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുടെ ലക്ഷണങ്ങൾ. അത് ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പായിരിക്കാം, അതിന് പനിയോ വിറയലോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ തരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അണുബാധ ആയിക്കോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ തന്നെ എടുക്കുക. ഒരിക്കലും ഓടിപ്പോയി ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ പ്രഗ്നൻസി പോലെ തന്നെ ഫീഡിങ്ങിന്റെ സമയത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെഡിസിൻസും കുഞ്ഞിന് സേഫ് ആയിരിക്കണം എന്നില്ല. അപ്പൊ ഒരമ്മ കഴിച്ചിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് പാലിൽ കൂടി ആ മെഡിസിൻ കുഞ്ഞിലേക്ക് ഒരു പോർഷൻ എത്തുന്നുണ്ടാവും. അപ്പൊ കുഞ്ഞിന് കൂടെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അണുബാധ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ആണ് DVT എന്ന് പറയുന്നത്, ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില് വേദനയോട് കൂടിയ നീര് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ എമർജൻസി ആയിട്ട് കാണിക്കണം. പിന്നെ DVTയുടെ തന്നെ ഭാഗമായിട്ട് കാലിൽ ഞാൻ പറഞ്ഞല്ലോ രക്തം കട്ട പിടിക്കുന്നത്, ഈ രക്തക്കട്ടകൾ ശ്വാസകോശത്തിലേക്ക് പോവാം. അതിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് ശ്വാസം മുട്ടല് അല്ലെങ്കിൽ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. ആ നിസ്സാരമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ ഒക്കെ കഴിഞ്ഞവർക്ക് തലവേദന പെർസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. ചെറിയ തലവേദന ഉള്ള മൈഗ്രെയിൻ ഒക്കെ വരുന്നത് ഇഷ്യൂ ഇല്ല. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പ്രോപ്പർ ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ഇല്ലാതെ. പിന്നെ മുറിവിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറിവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ദ്രാവകം വരികയോ അമിതമായിട്ട് അതിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ മുറിവിന്റെ സ്റ്റിച്ച് വിട്ടുപോരുന്നതായിട്ട് ഒരു സംശയം പോലെ തോന്നുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 45 ദിവസത്തെ ചെക്കപ്പിന് വരെ വെയിറ്റ് ചെയ്യരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. കാരണം അണുബാധയുടെ ലക്ഷണം ആവാൻ ഇതിനെല്ലാത്തിനും ഒരു ചാൻസ് ഉണ്ട്. അണുബാധ വരുമ്പോഴാണ് തുന്നൽ വിട്ടുപോരേണ്ടത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള അണുബാധകളൊക്കെ തുടങ്ങുന്ന സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഒത്തിരി സ്റ്റേജ് അഡ്വാൻസ് ചെയ്ത് പോയി ഉള്ളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ആന്റിബയോട്ടിക്കിലേ അത് നിൽക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ചിലപ്പം ആ തുന്നൽ തന്നെ വീണ്ടും തുന്നേണ്ടി വരാം. നമ്മൾ റീസ്വിച്ചറിംഗ് എന്ന് പറയും. മുറിവ് വീണ്ടും തുന്നലിടേണ്ട ഒരു അവസ്ഥയും വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് മുറിവിൽ തോന്നുകയാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടുക. പിന്നെ പൊതുവെ എല്ലാവരും നമ്മളോട് ചോദിക്കാറുള്ള കുറച്ച് സംശയങ്ങളാണ് സ്ട്രെച്ച് മാർക്സിനെ പറ്റി. സ്ട്രെച്ച് മാർക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ചിലർക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചധികം ഡാർക്കായിട്ടും കുറച്ചധികം ഡീപ്പായിട്ടും കുറച്ചധികം ഏരിയയിലും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടുതലായിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇതുപോലെ സ്ട്രെച്ച് മാർക്സ് അമിതമായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവര് പ്രഗ്നൻസിയിൽ തന്നെ കുറച്ച് ഡീഹൈഡ്രേഷൻ ഒക്കെ ഒഴിവാക്കി ആ ഭാഗമൊക്കെ കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ തേക്കുക. കാരണം വയറിലാണ് പ്രധാനമായിട്ടും വരുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ പിന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സ്റ്റിൽ എല്ലാവർക്കും ഒരു ചെറിയ രീതിയിൽ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും. കാലക്രമത്തിൽ അത് കുറച്ച് ഫെയ്ഡ് ആവും. 100% നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കുറെയൊക്കെ കാലക്രമത്തിൽ തന്നെ ഫെയ്ഡ് ആയിട്ട് പൊക്കോളും. അപ്പൊ അതിനെപ്പറ്റി വലുതായിട്ട് ബോധർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മീഡിയറ്റ് ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഉള്ള പീരീഡ് മുതൽ ഒരു 45 ദിവസത്തിനകത്ത് പൊതുവേ കാണുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അപ്പൊ അതിനെ നമുക്ക് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതും എന്തൊക്കെ ഇഷ്യൂസ് വരുമ്പോഴാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കണ്ടതും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അപ്പം സ്റ്റിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള അല്ലെങ്കിൽ ഡെലിവറി അടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതുപോലത്തെ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.